ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായി തെരച്ചിൽ അല്പസമയത്തിനുള്ളിൽ പുനരാരംഭിക്കും. ഇന്നത്തെ ദൗത്യത്തിന് നാവികസേന ഉണ്ടാവില്ല എന്നാണ് സൂചന. ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തുന്നതുവരെ നേവി എത്തില്ല. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ഗംഗാവലി പുഴയിൽ അർജുന്റെ ട്രക്കിന്റെ ഭാഗങ്ങളും കയറും കണ്ടെത്തിയ ഇടങ്ങളിൽ പരിശോധന നടത്തും. വിവരങ്ങളുമായി AK അഭിലാഷ് ചേരുന്നു. ഒരു പുതിയ വിവരം വരുന്നു ഷിരൂരിൽ നിന്ന്. ഇന്നത്തെ തെരച്ചിലിന് നേവി ഉണ്ടാവില്ല. AK അഭിലാഷ്, ഉറപ്പിക്കാമോ? നമുക്ക് ഡിഫൻസ് PRO അതുൽ പിള്ളയെ ഒന്ന് ബന്ധപ്പെട്ടാൽ നന്നായിരിക്കും. കാരണം ഇന്നും നാളെയും ഇനി നേവിക്ക് അവിടെ പ്രത്യേകിച്ച് പരിശോധന നടത്താനൊന്നുമില്ല. ഡ്രഡ്ജർ വരുന്ന ഘട്ടത്തിൽ മാത്രമേ നമുക്കിനി എന്തെങ്കിലും പരിശോധന നടത്താൻ കഴിയൂ എന്നാണോ നേവിയുടെ അനുമാനം? അപ്പോൾ ഈശ്വർ മാൽപ്പയുടെ സംഘം മാത്രമേ ഉണ്ടാവുകയുള്ളൂ? തീർച്ചയായിട്ടും നാവികസേനയുടെ നിലപാട് അതുതന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം അവർ തന്നെ നടത്തിയ തെരച്ചിലാണ് ഈ കയറിൻ്റെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. അതവർ സ്പോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ പരിശോധന നടത്തണമെങ്കിൽ, തെരച്ചിൽ നടത്തണമെങ്കിൽ അവിടെ മണ്ണ് മാറ്റിയാൽ മാത്രമേ തെരച്ചിൽ നടത്തൂ. അത് ഡ്രഡ്ജർ എത്തിച്ചാൽ മാത്രമേ അത് സാധ്യമാകൂ എന്നുള്ള നിലപാടിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ഒരു പക്ഷേ ഈ ഡ്രഡ്ജർ വന്നതിന് ശേഷം മാത്രം മതിയാകും ഇവിടേക്ക് വരിക എന്നുള്ളതാണ്. പ്രധാനമായും ഈ സംഘത്തിന് കഴിഞ്ഞ ദിവസം വന്ന സംഘത്തിന് അവിടുന്ന് വരാനുള്ള അനുമതി ഈ ഘട്ടം വരെ ലഭിച്ചിട്ടില്ല. ആ അനുമതി കൊടുത്തിട്ടില്ല. ആദ്യത്തെ ദിവസം സമാനമായ സ്ഥിതി തന്നെയായിരുന്നു. ഏതായാലും ഇപ്പോൾ നാവികസേനയുടെ ഭാഗത്ത് വരുന്ന അനൗദ്യോഗികമായുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഡ്രഡ്ജർ വന്നതിന് ശേഷം മാത്രം മതി ഇങ്ങോട്ട് വരിക, ഈ ദൗത്യത്തിൽ പങ്കാളികളാകുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ജിതിൻ നമുക്കൊപ്പം ചേരുകയും ചെയ്തുകൊണ്ട്. ജിതിൻ, ഇന്നിപ്പോൾ നാവികസേന എത്തില്ല എന്നാണ് പറയുന്നത്. ഇന്ന് ഏതൊക്കെ രീതിയിലായിരിക്കും ഇപ്പോൾ ദൗത്യം മുന്നോട്ട് പോവുക? നാവികസേന എത്തുന്നില്ല എന്നുള്ള അനൗദ്യോഗികമായ വിവരം തന്നെയാണ് കിട്ടിയത്. മാൽപ്പയുടെ സംഘം തന്നെയാകും തിരച്ചിലിന് ചുക്കാൻ പിടിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ക്രെയിൻ സംവിധാനങ്ങൾ വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. 3 ക്രെയിനാണ് എത്തുക എന്നാണ് അറിയുന്നത്. 3 ക്രെയിൻ എത്തിക്കും. ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന, അതായത് കാർവാറിൽ കൊണ്ടുവന്ന ക്രെയിൻ 3 എത്തിക്കും. അതെ, അങ്ങനെയാണ് അറിയാൻ പറ്റിയത്. ഇന്നലെ അവിടുന്ന് DYSPയും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പറേറ്റേഴ്സും അറിയിച്ചത് അവർ ഇന്ന് രാവിലെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചത്. പക്ഷേ ആ ക്രെയിനിൽ ചില പ്രശ്നങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു. അത് പരിഹരിച്ചിട്ടുണ്ടോ എന്നാണ് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? ചിലപ്പോൾ വേറെ അതായിരിക്കുമോ എന്നറിയില്ല. ചിലപ്പോൾ വേറെ